ഉറപ്പിച്ചുകൊണ്ട് രണ്ടാമത്തെ തവണയും തുടർഭരണം കിട്ടി. അത് കഴിഞ്ഞ വർഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചു പോയത് മാത്രമാണ്. ആ സാഹചര്യം അതിനൊരു ക്രൈസിസ് ഉണ്ടായിരുന്നു. ആ ക്രൈസിസ് മാനേജ്മെന്റ് LDF സർക്കാർ അത്യാവശ്യം പിണറായി വിജയൻ അത്യാവശ്യം നന്നായിട്ട് കൈകാര്യം ചെയ്തു. ഒന്നാം പിണറായി സർക്കാർ നന്നായി കൈകാര്യം ചെയ്തു. അതിന്റെ അഹങ്കാരം രണ്ടാം പിണറായി സർക്കാരിന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ അഹങ്കാരത്തിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് അതാണ് സംഭവിച്ചത്. മറ്റൊന്ന് നമ്മളിവിടെ എടുത്തു പറയണം, LDFനെ സംബന്ധിച്ചോളം UDFനെ സംബന്ധിച്ചോളം ഈ രണ്ടുപേരും ജനാധിപത്യത്തിൽ വേണ്ടവർ തന്നെയാണ്, എപ്പോഴും ഉണ്ടാവേണ്ടവർ തന്നെയാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഏറ്റവും രസകരമായ കാര്യം LDF വിട്ട് UDFൽ പോയവരെല്ലാം വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലപ്പുഴയിൽ G. സുധാകരൻ അടക്കം. അതെ, എന്നാൽ UDF NDAയിലേക്ക് പോയ ആൾക്കാരും തോറ്റത്തിനും പടന്ന സാധ്യത ഉണ്ടായിരുന്നു. ക്ലച്ച് പിടിച്ചിട്ടും ഇല്ല. അത് എടുത്തു പറയണം, പത്മജ വേണുഗോപാൽ അടക്കം. അതെ 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 എന്താണെങ്കിലും പാലായിൽ ജോസ് കെ മാണി അടക്കം വീണ്ടും പരാജയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ജോസ് കെ മാണിയുടെ മണ്ഡലത്തിൽ പാലായിൽ UDF സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ തന്നെ അവിടെ ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. LDFനെ കേരളീയര് പപ്പടം പൊടിക്കും പോലെ പൊടിച്ചു. പാലയെ കുറിച്ച് പറയുകയാണെങ്കിൽ പാല ത്രികോണ മത്സരം, ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം എന്നൊരു പ്രതീതി രണ്ടായിട്ടുണ്ട്. ഓക്കെ, NDA 3 സീറ്റിൽ നിന്ന് 1 സീറ്റ് കൂടി ലീഡ് കുറഞ്ഞിരിക്കുകയാണ്. 2 മാത്രമാണ് നിലവിൽ NDA ലീഡ് ചെയ്യുന്നത്. 97 മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുമ്പോൾ 41 മാത്രമാണ് LDF നിലവിൽ ലീഡ് ചെയ്യുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, UDF ഭരണം ഉറപ്പിച്ചിരിക്കുന്നു. സംസ്ഥാനത്ത് ഭരണ മാറ്റം അത് ഉണ്ടായിരിക്കുകയാണ്. പല തട്ടുകളിൽ നിന്ന് രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ KC വേണുഗോപാലും VD സതീശനും ഒക്കെ തോളിൽ കൈയിട്ട് ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്ന കാഴ്ച അല്പസമയത്തിനകം കാണാം. പക്ഷേ ഇനിയുള്ള അതായത് മുന്നോട്ടുള്ള മുഖ്യമന്ത്രി ചർച്ചകളും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടികളും ഇനി എങ്ങനെയായിരിക്കും ഇന്ന് രാത്രി നടക്കും. ഇന്ന് രാത്രി ചരട് വലിയ നടക്കും. അതില്ല, ഇതിനോട് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതും കൂടി ഇല്ലാന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. ചിത്രം പ്രത്യക്ഷമായിട്ട് പറഞ്ഞ കണക്ക് വലിയ രീതിയിലുള്ള ട്രോളുകൾക്കും ചർച്ചകൾക്കും പോലും വഴിവെക്കുന്ന രീതിയിലുള്ള പരസ്യമായിട്ടുള്ള അടി ഈ അടുത്തിടയ്ക്ക് കണ്ടില്ലെന്ന് തോന്നുന്നില്ലേ? ഇത്തവണ കോൺഗ്രസിനെ സംബന്ധിച്ചോളം UDFനെ സംബന്ധിച്ചോളം അവർക്ക് 100% ഉറപ്പുണ്ടായിരുന്നു UDF അധികാരത്തിൽ വരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള PR വർക്കുകളും PR സ്റ്റണ്ടുകളും തമ്മിലടികളും അതുപോലെ തന്നെ ചരട് വലികളെല്ലാം ഇലക്ഷന്റെ അന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്ന് രാത്രി മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇനി അങ്ങോട്ടാണ് പാലം വലികളും ചരട് വലികളും കാണാൻ പോകുന്നത് എങ്കിലും ഒരു പക്ഷേ VD സതീശൻ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. മതിയാക്കണം ഈ PR അടി, മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള അടി ഹൈക്കമാൻഡ് പോലും പറയേണ്ടി വന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ അബിൻ വർക്കി 6900 ചില്ലറ വോട്ടിന് മുന്നിലാണ്. ആറന്മുളയിൽ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ 1800 ചില്ലറ വോട്ടിന് മുന്നിലാണ്. 1820 വോട്ടുകൾക്ക് മുന്നിലാണ്. ആറന്മുളയിലൊക്കെ വലിയ രീതിയിലുള്ള പരാജയമാണ് LDFന് നേരിടേണ്ടി വന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാര്യം അബിൻ വർക്കി 6966 വോട്ടിന് ആറന്മുളയിൽ ലീഡ് ചെയ്യുന്നു. വോട്ടെണ്ണൽ ആരംഭിച്ച ഒരു ഘട്ടത്തിൽ പോലും വീണ ജോർജിന് ലീഡ് നിലനിർത്താൻ, അല്ലെങ്കിൽ ലീഡിൽ മുന്നിലേക്ക് എത്താൻ വീണ ജോർജിന് സാധിച്ചിട്ടില്ല. എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ആരോഗ്യമന്ത്രിയാണ്, ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു മന്ത്രിയാണ്, ഒരുപാട് വിവാദങ്ങളിൽ പെട്ട ഒരു മന്ത്രിയാണ്. ജനം ആ മന്ത്രിയെ കൈവിട്ടു. ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ, LDFിൽ നിന്നും കോൺഗ്രസിലേക്ക് വന്ന അല്ലെങ്കിൽ UDFിലേക്ക് ചേക്കേറിയ സ്ഥാനാർത്ഥികളിൽ PK ശശി ഒഴികെ എല്ലാവരും ലീഡ് ചെയ്യുന്നു. PK ശശി ഒഴികെ, അതിനകത്ത് കുഞ്ഞികൃഷ്ണൻ, ഗോവിന്ദൻ, G. സുധാകരൻ 3 പേരും നല്ല രീതിയിൽ ലീഡ് ചെയ്യുന്നു. പാർട്ടി വിട്ടുപോയവർക്കെല്ലാം നല്ല സമയം അല്ലേ? അതെ, PK ശശിക്ക് ഒഴികെ. അതെ, PK ശശിക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും ഒരു നല്ല നേരം എന്ന്. അതെ, PK ശശി ഒരു പക്ഷേ കോൺഗ്രസിലെ ആൾക്കാർ പോലും അംഗീകരിച്ചില്ല എന്നുകൂടി പറയേണ്ടി വരും. ചാണ്ടി ഉമ്മന്റെ വീണ്ടും പുതിയ പോസ്റ്റ് വന്നിട്ടുണ്ട്, നമ്മൾ ജയിച്ചു അപ്പ. ചാണ്ടി പോസ്റ്റ് ഇടാൻ വേണ്ടി തന്നെ ഇങ്ങനെ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ഒന്നിന് പുറകെ ഒന്നായി ചാണ്ടി പണി തുടങ്ങി. അതെ, ആ പോസ്റ്റുകളൊക്കെ വലിയ രീതിയിൽ ജനശ്രദ്ധ നേടുന്നുണ്ട്. വലിയ സ്വീകാര്യത, വലിയ പിന്തുണ ചാണ്ടിയുടെ പോസ്റ്റുകൾക്ക് ലഭിക്കുന്നുമുണ്ട് അല്ലേ? ഉമ്മൻചാണ്ടിയുള്ള കടം കേരളം അങ്ങ് വീട്ടിൽ നിന്ന് പറയേണ്ടി വരും കേട്ടോ. അത് സീരിയസ് ആയിട്ട് പറയേണ്ടി വരും. തീർച്ചയായും. കാരണം ആ മനുഷ്യനെ വേട്ടയാടിയതിൽ മാധ്യമങ്ങൾ കടക്കം പങ്കുണ്ട്. ആ പങ്കെല്ലാം ഇതോടുകൂടി തീർന്നു എന്ന് പറയേണ്ടി വരും. രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ സണ്ണി ജോസഫ്, KC വേണുഗോപാൽ, VD സതീശനടക്കം ഇന്ദിരാഭവനിലാണെന്ന് തോന്നുന്നു കേക്ക് മുറിക്കുന്ന, വിജയാഹ്ലാദം പ്രകടിപ്പിക്കുന്ന, മധുരം പങ്കുവയ്ക്കുന്ന കാഴ്ചകളും ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വരികയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തന്നെയാണ് അവസ്ഥ. വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളും സന്തോഷങ്ങളും ഒക്കെയാണ്. ഈ സന്തോഷവും കെട്ടിപ്പിടുത്തവും ഐക്യവും ഒക്കെ ഇനിയുള്ള ദിവസങ്ങൾ തുടർന്ന് കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഞാൻ ഇതിനിടയ്ക്ക് പോരാളി ഷാജി ഒന്നുകൂടി നോക്കായിരുന്നു എന്തൊക്കെ അതിനകത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് അറിയണമല്ലോ. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കാണാൻ കുറെ ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. കേരള ജനതയുടെ തലച്ചോറിലായും അംഗീകരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനങ്ങളാണ്. UDF വന്നു, ഇനി കാണാം അഴിമതിയുടെ, അലമ്പിന്റെ, അരാജകത്വത്തിന്റെ, അടിപിടിയുടെ, അന്തസ്സില്ലായ്മയുടെ 5 വർഷങ്ങൾ. ഒരു പരാജയം അംഗീകരിച്ചു അല്ലേ? അടുത്ത് തീർന്നില്ല, വീണ്ടും വന്നിട്ടുണ്ട്. UDF വന്നു,
ഇനി ഒരു സംശയം വേണ്ട, പെൻഷൻ മുടങ്ങും, പാഠപുസ്തകം മുടങ്ങും, സൗജന്യ യൂണിഫോം മുടങ്ങും, ശമ്പളം മുടങ്ങും, മരുന്ന് ചികിത്സ മുടങ്ങും, പോഷകാഹാരം മുടങ്ങും, റോഡ് വികസനം മുടങ്ങും, മരുന്ന് മുടങ്ങും, വയനാട് ടൗൺഷിപ്പ് നിർമ്മാണം മുടങ്ങും, വയനാട് തുരങ്കപാത നിർമ്മാണം മുടങ്ങും, നിയമനം മുടങ്ങും, സ്ത്രീ സുരക്ഷ, പെൻഷൻ മുടങ്ങും. ഇതൊക്കെ മുടങ്ങിയാൽ UDF-ന്റെ കഴിവില്ലായ്മ എന്ന് നമ്മൾ അന്തസ്സായി വിളിച്ച് പറയുകയും ചെയ്യും. അത് പറയാൻ കോൺഗ്രസിന് ആൾക്കാരുണ്ട്. അതാ കാര്യം. അത് അങ്ങനെ ഒരു കാര്യം മുടങ്ങിയാൽ അത് ആദ്യം വിളിച്ചു പറയുന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന LDF ആയിരിക്കില്ല, ഭരണപക്ഷത്തിരിക്കുന്ന UDF-നെ. പക്ഷേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷം എന്ന നിലയിൽ ഈ UDF-ന്റെ പ്രവർത്തനം എത്രത്തോളം മെച്ചപ്പെട്ടതായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താണെങ്കിലും LDF പ്രതിപക്ഷത്തിരിക്കുന്ന ആ ഒരു മികവ് ഒരിക്കലും UDF-ന് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. കുറച്ചുകൂടി മെച്ചം പ്രതിപക്ഷത്തിരിക്കാനാണെന്ന് തോന്നുന്നു. സമരങ്ങൾ നടത്തുവാനും പ്രക്ഷോഭങ്ങൾ. അയ്യപ്പനും കോശി സിനിമ കണ്ടിട്ടുണ്ടല്ലോ. അയ്യപ്പനും കോശി സിനിമയിൽ അതിനകത്ത് പൃഥ്വിരാജിനോട് ആ പോലീസുകാരൻ പറയുന്നൊരു ഡയലോഗുണ്ട്. അതിനകത്ത് കുമ്മാട്ടി എന്ന് കേട്ടിട്ടുണ്ടോ എന്നുള്ള മടൽ കേട്ടിട്ടുണ്ടല്ലോ. ഞാനവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് DYFI SFI എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ 10 വർഷം കൊണ്ട് കണ്ട ന്യായീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ന്യായീകരണത്തിലങ്ങളായി മാത്രം അറിയ ഈ കാണുന്നതല്ല, പഴയ DYFI-കാരൻ അല്ല. DYFI-യും SFI-യും എന്താണെന്ന് ഇനി അറിയാൻ പോകുന്നു. അതാണ് ആ പഴയ SFI-യുടെയും DYFI-യുടെയും കരുത്ത് എന്താണെന്ന് ഇനി കേരളം കാണാനിരിക്കുന്നുള്ളൂ. യുദ്ധമുറകൾ കേരളം കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ എന്താണ് DYFI അല്ലെങ്കിൽ എന്താണ് SFI എന്ന് ഇനി അറിയാൻ പോകുന്നുള്ളൂ. കാത്തിരിക്കണം കോശി, കേരളത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അതാണ് ഏറ്റവും വലിയ കാര്യം. തീർച്ചയായും ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും ഞാൻ ഉറപ്പിച്ച് പറയുന്നു, 95-നും 100-നും സീറ്റില് UDF അധികാരത്തിൽ വരും. ഈ 96-ൽ ചിലപ്പോൾ നിൽക്കാൻ സാധ്യത. 96 എന്നുള്ള 95 എന്നല്ല, 95-ൽ നിൽക്കാം. 95-ന് താഴേക്ക് പോകാൻ സാധ്യത വളരെ കുറവാണ്. അത് ഉറപ്പ് തന്നെയാണ്. ഉറപ്പായിട്ടും LDF ഇത്തവണ കേരളം തൂക്കിയിരിക്കുന്നു. അതെ, UDF കേരളം തൂക്കി. 96 സീറ്റുകളിൽ വ്യക്തമായ ലീഡ് UDF നിലനിർത്തുമ്പോൾ 42 മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. 2 മണ്ഡലങ്ങളിൽ NDA ഇപ്പോഴും അവരുടെ ലീഡ് നിലനിർത്തുകയാണ്. ജനം എന്താണെങ്കിലും UDF-നെ തിരികെ ഭരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. സംസ്ഥാനത്ത് ഒരു ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നു. UDF അധികാരത്തിലേക്ക് എത്തുകയാണ്. ആടിയുലയാത്ത കപ്പൽ നിറയെ ക്യാപ്സൂളുകൾ വേണ്ടി വരും. ആടിയുലയാത്ത കപ്പൽ ഇനി നിറയെ ക്യാപ്സൂളുകൾ വേണം. ഇനി അങ്ങോട്ടുള്ള 5 വർഷവും ആ ക്യാപ്സൂളുകളുടെ വരവ് മാത്രമാണ് ഇനി കേരളം കാണാനിരിക്കുന്നത്. മാത്രമല്ല, ഇനി ഇവിടെ കാണാൻ പോകുന്നത് കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത സമര പരമ്പരകളുടെ കാലം കൂടിയാണ് വരാൻ പോകുന്നത്. ഈ കണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തവണ കഴിഞ്ഞ 10 വർഷമായി നമ്മൾ കണ്ട DYFI-യോ SFI-യോ അല്ല ഇനി കാണാൻ പോകുന്നത്. ഇനിയാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്താണെന്ന് ജനങ്ങൾ കാണാൻ പോകുന്നത്, കേരളം കാണാൻ പോകുന്നത്. കാത്തിരിക്കണം കോശി, ഇനി കേരളത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് പ്രതിപക്ഷം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം പ്രതിപക്ഷം എന്ന് കാണാൻ പോകുന്നത്. അതെ, തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ 10 വർഷം നമ്മൾ ഈ വിമർശകർ പറയും പോലെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയ്ക്ക് ഒരു അസ്കിത ഉണ്ടായിരുന്നു. ആ അസ്കിത ഇനി അങ്ങ് തീരും. അല്ലെങ്കിൽ തന്നെ ഇപ്പം പ്രതിപക്ഷം ഒരു വിമർശനം ഉന്നയിച്ചാൽ പ്രതിപക്ഷത്തുള്ളവർ പോലെ ഏറ്റുപിടിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചോളം അതുണ്ടായിട്ടുണ്ട്. എന്നാൽ അത് മാറിയിരിക്കുന്നു. അത് മാറിയിരിക്കുന്നു എന്ന് മാത്രമല്ല, മാറ്റി എഴുതപ്പെട്ടിരിക്കുന്നു. ഇനി അങ്ങോട്ട് ഓരോ നിമിഷവും ഇനിയാണ് നിർണായകമാകാൻ പോകുന്നത്. 97 UDF 97 സീറ്റിലേക്ക് വീണ്ടും ഉയർന്നിരിക്കുന്നു. 41 LDF, 2 NDA. അവിടെ NDA ആ സീറ്റ് നില അങ്ങനെ ലീഡ് നില മുന്നോട്ട് കൊണ്ടുപോകുന്നു. UDF വീണ്ടും ഒരു സീറ്റ് കൂടി കൂട്ടി 97-ലെത്തിയിരിക്കുന്നു. LDF 41-ൽ ഒതുങ്ങിയിരിക്കുന്നു. ഇത് 40-ഓ 42-ഓ ആകാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും ലോഡ് കണക്കിന് ക്യാപ്സൂളുകൾ ഇറക്കിയാലും തികയാത്ത ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനം പോകുന്നു. കിൻഡൽ കണക്കിന് ഇറക്കേണ്ടി വരും. കണ്ടെയ്നറിൽ കൊണ്ടുവരേണ്ടി വരും, അല്ലെങ്കിൽ ഗുഡ്സ് ട്രെയിനിൽ കൊണ്ടുവരേണ്ടി വരും. എന്നാലും ഈ പറഞ്ഞ ആടിയുലത്തെ കപ്പലില് ക്യാപ്റ്റനെ കൂടി ഇരുത്തി കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടാവും. അതെ, കപ്പലുമില്ല ക്യാപ്റ്റനും ഇല്ലാത്ത അവസ്ഥയാണ്. ഇനിയിപ്പോ ക്യാപ്സൂളുകളുടെ മാത്രം വരവായിരിക്കും. ഒപ്പം തന്നെ എടുത്തു പറയട്ടെ, KK രമയുടെ ഒരു പോസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. പിന്നിട്ട 6 റൗണ്ടുകൾ മതി കേരളമേ, ഇത് മതി. കുലംകുത്തി എന്ന് ചാപ്പയടിച്ച് കൊല്ലാൻ ആഹ്വാനം ചെയ്തവൻ പൊള്ളുന്ന വെയിലത്ത് നഗ്നനായി നിൽക്കുന്ന കാഴ്ച കാണാൻ ഒരു വേടവട്ടക്കാലത്തിന് ശേഷം ചന്ദ്രശേഖരന് കഴിഞ്ഞു. രാഷ്ട്രീയ കേരളത്തിന് അഭിവാദ്യങ്ങൾ. ഈ നിമിഷം തന്നെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. ഇന്ന് TP ചന്ദ്രശേഖരൻ മരിച്ചിട്ട് 14-ാം വർഷമാണ്. ആ 14-ാം വർഷത്തിൽ കേരളത്തിന് ഒരു പുതിയ മുഖ്യമന്ത്രി ഉണ്ടാകുന്നു. കേരളത്തിന് ഒരു പുതിയ ഭരണമാറ്റം ഉണ്ടാകുന്നു. KK രമയ്ക്ക് സന്തോഷിക്കാം, KK രമയ്ക്ക് ആഹ്ലാദിക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, പല മന്ത്രിമാരും പിന്നിലാണ്, തോറ്റുപോകുന്ന അവസ്ഥയുണ്ട്. തുടക്കം മുതൽ തന്നെ ലീഡ് നിലനിർത്തുന്ന ഒരു മന്ത്രിയാണ് സജി ചെറിയാൻ, ചെങ്ങന്നൂർ. പക്ഷേ 800 വോട്ട് മാത്രമാണ്. പക്ഷെ അപ്പോഴേ സജി ചെറിയാനെ സംബന്ധിച്ചോളം സജി ചെറിയാൻ അവിടെ ഒരു ജനകീയത ഉണ്ടാവുന്നു. തീർച്ചയായും ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് LDF-ൽ നിന്ന് പോയ എല്ലാ മന്ത്രിമാരും പോയി, എല്ലാ MLA-മാരും പോയി. പക്ഷേ തുടക്കം മുതൽ തിരുവനന്തപുരം മുതൽ അങ്ങ് പുതുപ്പള്ളി വരെയും ആ വാഹനത്തിനൊപ്പം പോയ
മന്ത്രിമാരിലെ MLA-മാരിലെ ഇടതുപക്ഷ നേതാക്കളിൽ ഒരാൾ സജി ചെറിയനാണ്. അതെ അതെ. മറ്റൊരു സന്തോഷകരമായ വാർത്ത, കായംകുളത്ത് M. ലിജു 4606 വോട്ടിനെ ലീഡ് ചെയ്യുകയാണ്. ഇനി ഡിക്ലറേഷൻ ആണ് വരാനുള്ളത്. ഇനിയാണ് ഡിക്ലറേഷൻ വരാനുള്ളത്. ലിജു കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇതുവരെയും ജയമോ തോൽവിയോ വന്നിട്ടില്ല. ഇതുവരെ ഒരു ജയവും അനൗൺസ് ചെയ്തിട്ടില്ല. എന്നാൽ ഇനിയാണ് ഡിക്ലറേഷൻ വരാൻ പോകുന്നത്. 12 മണിയോട് അടുക്കുന്നു. ഇനി അങ്ങോട്ട് ഡിക്ലറേഷൻ ആണ്. അതിനി ഉറപ്പായി വന്നു തുടങ്ങും. എം ലിജു കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. പല തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു, പക്ഷേ ഒരിടത്ത് പോലും ജയിക്കാൻ ഒരു അവസരം തരണം. ഇത്തവണയെങ്കിലും എന്നെ കൈവിടരുതേ, എനിക്കൊരു അവസരം തരണമേ എന്ന് ലിജു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് കായംകുളത്തുകാർ കേട്ടു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ലിജുവിനെ അവർ കൈപിടിച്ചുയർത്തുന്നു എന്ന് തന്നെ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ലിജു ഇപ്പോഴും 4000-ലധികം വോട്ടുകൾക്ക് കായംകുളത്ത് ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്താണെങ്കിലും മുൻപ് അവസ്ഥ ശോകമുഖമായിരിക്കും. അതെ അതെ, തീർച്ചയായും ആളില്ല, അരങ്ങൊഴിഞ്ഞ ആൾക്കാർ, പന്തലെല്ലാം തിരിച്ചു പണിയേണ്ടി വരും, പൊളിച്ചെടുക്കണം. ഒപ്പം ഓർഡർ കൊടുത്ത പടക്കങ്ങളെല്ലാം പകുതി വിലയ്ക്ക് വിൽക്കേണ്ടി വരും. അങ്ങനെ തുടങ്ങി പല സാഹചര്യങ്ങളും ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, കൊട്ടാരക്കറ്റിലെ KN ബാലഗോപാലിന്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ലീഡ് എന്ന് പറഞ്ഞാൽ 242 വോട്ടാണ്. ആലോചിക്കണം, വെറും 242 വോട്ട്. ആലോചിക്കണം, പലയിടത്തും ഇടതുപക്ഷത്തിന്റെ MLA-മാര് അല്ലെങ്കിൽ സിറ്റിംഗ് MLA-മാര് സ്ഥാനാർത്ഥികള് ലീഡ് ചില മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആ മുന്നേറ്റം എന്ന് പറയുന്നത് നിസ്സാര വോട്ടുകൾക്കാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് ഇങ്ങോട്ട് UDF-ൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും LDF-ലാണ് അത് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നത്. അവിടെ നമ്മുടെ ഓരോ സ്ഥലം എടുക്കുമ്പോഴും വലിയ തരത്തിൽ ഈ മുന്നേറ്റം ഉണ്ടാക്കുമ്പോഴും നേരിയ ഭൂരിപക്ഷമാണ് അവർക്കെല്ലാം ഉണ്ടാകുന്നത്. ഷാരിമുൽ ഉസ്മാൻ ഒരു 5900 വോട്ടിന് മുന്നിൽ, പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലി 6120 വോട്ടിന് മുന്നിലാണ്. ചടയമംഗലത്ത് MM നസീർ മുന്നിലാണ്. അതുപോലെ തന്നെ കയ്പമംഗലത്ത് വത്സരാജ് 4150 വോട്ടുകൾക്ക് മുന്നിലാണ്. LDF-ന്റെ സ്ഥാനാർത്ഥിയാണ്, CPI-യുടെ സ്ഥാനാർത്ഥിയാണ്. കോഴിക്കോട് ഫൈസൽ ബാബു 3683 വോട്ടുകൾക്ക് മുന്നിലാണ്. പൈപ്പിനിൽ ടോണി ചെമ്മണി 5895 വോട്ടുകൾക്ക് മുന്നിലാണ്. കുന്നത്തൂര് ഉല്ലാസ് കൗര് 13598 വോട്ടുകൾക്ക് മുന്നിലാണ്. അതുപോലെ തന്നെ കൊടുങ്ങൽ രോജെ ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മുന്നിലാണ്. അങ്ങനെ തുടങ്ങി നാട്ടികൽ ഗീതാ ഗോപി CPI-യുടെ സ്ഥാനാർത്ഥി 6571 വോട്ടിന് മുന്നിലാണ്. നാദാപുരത്ത് KM അഭിജിത്ത് 5721 വോട്ടുകൾക്ക് മുന്നിലാണ്. അങ്ങനെ തുടങ്ങി UDF വലിയ മുന്നേറ്റം നടത്തുന്നു. 96 വോട്ടുകളുമായി 96 LDF-ന്റെ കണക്കിലേക്ക് എത്തിയിരിക്കുന്നു. കണക്കിലേക്ക് എത്തി. ഈ സുധാകരൻ അദ്ദേഹത്തിന്റെ ലീഡ് ഉയർത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഒരു കാര്യം ചെയ്യാം, പേരുടെ ഉറപ്പായിട്ട് പറയാം. എന്താണെങ്കിലും ജനഹിതം 2026 powered by Medline Academy. NCLEX are in classes for nurses and Achayans Gold. Medline Academy Achayans Gold ആണ് നമ്മുടെ ഈ ഒരു ഇലക്ഷൻ ഡേ അല്ലെങ്കിൽ ജനഹിതം 2026 ജനങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇത്തവണ UDF ആണ് തൂക്കിയതെങ്കിലും നമ്മുടെ സ്പോൺസേഴ്സിൽ അച്ചയൻസ് തൂക്കി എന്ന് പറയണം. അക്കാഡമി NCLEX are in classes for nurses. നഴ്സസിന് NCLEX ആറിന്റെ ക്ലാസുകൾ നൽകുന്ന ഏറ്റവും മികച്ച ഒരു സ്ഥാപനമാണ്. അച്ചയൻസ് ഗോൾഡിലും മെഡ്ലൈനും ഈ സമയത്ത് നന്ദിയും കടപ്പാട് അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ എന്താണെങ്കിലും വീണ്ടും നമ്മൾ ഈ വോട്ടെണ്ണലിലേക്ക് വരികയാണെങ്കിൽ 96 ഇപ്പോഴും UDF ലീഡ് ചെയ്യുകയാണ്. 96 ഇപ്പോഴും UDF ലീഡ് ചെയ്യുന്നു. 42 മണ്ഡലങ്ങളിൽ മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. 2 മണ്ഡലങ്ങളിൽ NDA ലീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, ധർമ്മടത്ത 6ാം റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോഴും പിണറായി വിജയൻ പിന്നിൽ തന്നെയാണ്. 6ാം റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോഴും ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലത്തിൽ അദ്ദേഹം പിന്നിൽ പോകുന്ന ഒരു കാഴ്ച, വളരെ ദയനീയമായി പരാജയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറുമോ എന്ന് ചിന്തിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു പരാജയം CPM പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. തിരിച്ചടി ഉണ്ടാകുമെന്ന് സ്വാഭാവികമായി ഊഹിക്കാവുന്നതാണ്, അല്ലെങ്കിൽ പരാജയം ഉണ്ടാകുമെന്നുള്ളത് ഊഹിക്കാവുന്നതാണ്. പക്ഷേ ഇത്തരത്തിലൊരു പരാജയം, അതായത് 6ാം റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ ലീഡ് നിലനിർത്താൻ സാധിക്കാത്തൊരവസ്ഥ, പിന്നിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാപ്റ്റൻ പോലും പിന്നിലേക്ക് പോയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. മാത്യു കുഴൽനാടൻ 21,000 വോട്ടുകൾക്ക് മുന്നിലാണ്. മാത്യു കുഴൽനാടൻ പിൻഗാമി മാത്യു കുഴൽനാടൻ 21,000 വോട്ടുകൾക്ക് മുന്നിലാണ്. ആലോചിക്കണം, പലയിടത്തും CPM-ന് കാലിടറി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, മുട്ടിടിച്ച് വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ ക്യാപ്റ്റനടക്കമുള്ള പിന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. UDF പോലെ മുന്നേറ്റം ഉണ്ടാക്കുന്നു. 6ാം റൗണ്ടിലും പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിൽ. 6ാം റൗണ്ടിലും പിണറായി വിജയൻ പിന്നിൽ തന്നെയാണ്. 6 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ, അദ്ദേഹത്തിന്റെ സ്വന്തം പഞ്ചായത്തിൽ പോലും പിണറായി വിജയനെ ലീഡ് നിലനിർത്താൻ സാധിച്ചിട്ടില്ല.
കയറ്റാൻ പറ്റാത്ത ഒരാളായി പിണറായി വിജയൻ മാറുന്ന സാഹചര്യമാണ്. അത്രത്തോളം ജനവിരുദ്ധ വികാരം അല്ലെങ്കിൽ അത്രത്തോളം ഭരണവിരുദ്ധ വികാരം LDF സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്, പറയേണ്ടിയിരിക്കുന്നു. ഒരു കാരണവശാലും ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യം എന്ന് പറയേണ്ടിയിരിക്കുന്ന ഒരു അവസ്ഥ. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പിന്നിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വളരെ ദയനീയമാണ് എന്ന് പറയേണ്ടി. പ്രിയ സുഹൃത്ത്, ഷോൺ ജോർജിന് പിന്നിലാണ് ജോസ് കെ മാണി. അതുകൂടി പറയാം. പാലായിലെ ക്യാപ്റ്റൻ കാപ്പനാണ്, അവിടെ ഷോൺ ജോർജിനും പിന്നിലാണ്. രണ്ടാം സ്ഥാനത്ത്, പാലായിൽ രണ്ടാം സ്ഥാനത്തുള്ളത് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷോൺ ജോർജ് ആണ്. മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. മൂന്നാം സ്ഥാനത്തേക്ക് ജോസ് കെ മാണി പിന്തള്ളപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? പാലാ മണ്ഡലത്തിൽ ജോസ് കെ മാണി ഉറപ്പായി ജയിക്കുമെന്ന് പറഞ്ഞിരുന്ന മണ്ഡലത്തിൽ ഇത്തവണ റോഷി ചതിച്ചു. റോഷി അവിടെ മനഃപൂർവ്വം കൊണ്ട് ഇട്ടുകൊടുത്തു പറയട്ടെ. ഇല്ല, അതിലൊരു തർക്കമൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കാര്യം ആദ്യഘട്ടത്തിൽ കോട്ടയം പ്രസ് ക്ലബ്ബിൽ ഒരു പ്രസ് മീറ്റ് വിളിച്ച സമയത്ത് റോഷിയാണ് ആദ്യം പറയുന്നത് പാലായിൽ LDF സ്ഥാനാർത്ഥിയെ ജോസ് കെ മാണി മത്സരിക്കും എന്ന് റോഷി പറയുന്നു. അത് ജോസ് കെ മാണി ആദ്യഘട്ടത്തിൽ എതിർക്കുകയൊക്കെ ചെയ്തു. പിന്നീട് തന്റെ ഭാര്യ നിഷ ജോസ് കെ മാണി മത്സരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കുന്നു. ജോസ് കെ മാണി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു എന്നൊരവസ്ഥ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ഭാവി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നോ എന്ന് പോലും സംശയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കേരള കോൺഗ്രസ് എമ്മിന്റെ പല സ്ഥാനാർത്ഥികളും പരാജയപ്പെടുന്ന അല്ലെങ്കിൽ പിന്നിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളിയിലും ചങ്ങനാശ്ശേരിയിലും അടക്കം പാലായിലും അടക്കം കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥികൾ രണ്ടാം സ്ഥാനത്തേക്കൊക്കെ അല്ലെങ്കിൽ മൂന്നാം സ്ഥാനത്തേക്കും പോലും പോകുന്നൊരു സാഹചര്യം നിലവിലുണ്ടായിരിക്കുകയാണ്. കേരളത്തിൽ ആകെ നോക്കുകയാണെങ്കിൽ 97 സീറ്റുകളിൽ ഇപ്പോഴും UDF വ്യക്തമായ ലീഡ് നിലനിർത്തുമ്പോൾ 41 LDF അവരുടെ ലീഡ് നിലനിർത്തുന്നത്. 2 മണ്ഡലങ്ങളിൽ NDA ഇപ്പോഴും ലീഡ് ചെയ്യുന്നുണ്ട്. അത് നേമവും നമ്മുടെ പാലക്കാടുമാണ് അല്ലെ. അതെ, അതായത് പാർട്ടി വിട്ട എല്ലാവരും വിമതരെല്ലാവരും വിസ്മയം കാഴ്ചവെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വിസ്മയം ഉണ്ടാക്കിയിരിക്കുന്നു. വിസ്മയമായി മാറും, അവരൊക്കെ വിസ്മയമായി മാറുമെന്ന് VD സതീശൻ പറഞ്ഞെങ്കിൽ ഏത് സ്ഥലം എടുത്താലും അമ്പലപ്പുഴ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പുതിയകൃഷ്ണൻ മത്സരിക്കുന്നതായിക്കോട്ടെ, അതുപോലെ തന്നെ ഗോവിന്ദൻ മത്സരിക്കുന്ന സ്ഥലങ്ങളായിക്കോട്ടെ, ഇവിടങ്ങളിലെല്ലാം വിസ്മയം തീർത്തിരിക്കുന്നു പറയുന്നത്. എന്നാൽ PS അച്യുതാനന്ദന്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന ആളെ കാണാനില്ല. അമ്പലപ്പുഴയിൽ LDF ആണ് മുന്നേറ്റം ഉണ്ടാക്കിയത്. എന്നാൽ അതുപോലെ തന്നെ പി കെ ശശി അവിടെ പോയിട്ടുണ്ട്. നെയ്യാറ്റിലേക്ക് ആന്ധ്ര 906 വോട്ടിന് മുന്നിലാണ്. എന്റെ മണ്ഡലമാണ്, എന്റെ സ്വന്തം മണ്ഡലമാണ്. അവിടെ 906 വോട്ടിന് മാത്രമാണ് ഏറ്റുമാൻ ഒരു നാട്ടകം സുരേഷ് 16,759 വോട്ടുകൾക്ക്, അതായത് 17,000-ഓളം വോട്ടുകൾക്ക്. അബിൻ വർക്കി 7,357 വോട്ടുകൾക്ക് വീണ ജോർജിന്റെ പിന്നിലാക്കിക്കൊണ്ട് CR മഹേഷ് പിന്നെ നമുക്കറിയാം ഉറപ്പുള്ള സീറ്റാണ്. CR മഹേഷ് ഒക്കെ അത്രത്തോളം ജനങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അബിൻ വർക്കിയുടെ ഒക്കെ ഒരു തേരോട്ടം അത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ വീണ ജോർജിനെയൊക്കെ ഇത്രത്തോളം പിന്നിലാക്കിക്കൊണ്ട് അബിൻ വർക്കി ഇങ്ങനെ മുന്നിലേക്ക് പോകുന്ന ഒരു കാഴ്ച, അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്രത്തോളം വലിയൊരു അതിന് കഴിവുള്ള ആളാണ്, ജയിക്കേണ്ട ആളാണ്. അത് ജയിച്ചേ മതിയാവും. അത് അവിടുത്തെ സാഹചര്യം അങ്ങനെയാണ്. അതിന് എത്ര ഇല്ല എന്ന് പറഞ്ഞാലും അവിടെ ജയിക്കേണ്ട സാഹചര്യം തന്നെയാണ്. അപ്പൊ എന്താണെങ്കിലും മൊത്തത്തിൽ ഒരിക്കൽ കൂടി നോക്കുകയാണെങ്കിൽ കേരളത്തിൽ UDF തൂത്തുവാരിയിരിക്കുന്നു. UDF അനുകൂല തരംഗം ഉണ്ടായിരിക്കുന്നു. 97 സീറ്റുകളിൽ UDF ലീഡ് ചെയ്യുമ്പോൾ 41 മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. 2 മണ്ഡലങ്ങളിൽ മാത്രം NDA ലീഡ് ചെയ്യുന്നത് പാലക്കാടും നേമവുമാണ് എന്ന് മനസ്സിലാക്കുന്നു. 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് നിലവിൽ NDAക്ക് ലീഡുള്ളത്. ഒരു ഘട്ടത്തിൽ 5 സീറ്റുകളിൽ വരെ NDA ലീഡ് നിലനിർത്തിയിരുന്നതാണ്. പിന്നീട് 4ലേക്ക് കുറഞ്ഞു, 3ലേക്ക് കുറഞ്ഞു. ഒരു ഘട്ടത്തിൽ അത് 1ലേക്ക് പോയി. വീണ്ടും ഒരു സീറ്റ് കൂടി ഉയർത്തിക്കൊണ്ട് 2 എന്നൊരു അവസ്ഥയിലേക്ക് NDA തങ്ങളുടെ ലീഡ് ഉയർത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് വീണ്ടും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി അടക്കം 14ഓളം മന്ത്രിമാർ 14ഓളം മന്ത്രിമാർ പിന്നിലാണ്. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ 6 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോഴും അല്ലെങ്കിൽ പൂർത്തീകരിക്കുമ്പോഴും അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പിന്നിലാണ്. അവിടെ UDFന്റെ സ്ഥാനാർത്ഥിയാണ് മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. വെറുതെ ഞെട്ടിയാൽ പോരാ, വെറുതെ ഞെട്ടിയാൽ പോരാ, നെഞ്ചത്തിടിച്ച് ഇടതുപക്ഷക്കാരൻ നിലവിളിക്കും. ഒരു കാരണവശാലും പ്രതീക്ഷിക്കാത്തൊരു ഒരു മിറാക്കിളാണ് അതൊക്കെ അല്ലേ. മിറാക്കിൾ ഒന്നുമല്ല. അവിടെ ഞാനിപ്പോഴും പറയുന്നതേ, ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ അതൊരിക്കലും സ്വന്തം മണ്ഡലത്തിൽ അല്ലെങ്കിൽ സ്വന്തം പഞ്ചായത്തിൽ പോലും അത് ഇത്ര ബാധിക്കുമെന്ന് ഒരു പക്ഷെ ആരും പ്രതീക്ഷ കാണില്ല. ആ ലെവലിലേക്ക് മാറുന്നു. ജനങ്ങൾ തിരിച്ചടി കൊടുത്തു എന്ന് പറഞ്ഞാൽ പോരാ, അടി ഒരു 1.5 അടിയാണ് അല്ലേ. സ്വാഭാവികം. ഇപ്പൊ മുന്നണിക്ക് ഭരണം കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ മുന്നണി പരാജയപ്പെട്ടാൽ അതിൽ സ്വാഭാവികമാണ്. കുറെ സീറ്റുകൾ കുറഞ്ഞു, LDFന് ഭരണം കിട്ടിയില്ല. പക്ഷേ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ വിജയിച്ചിരുന്നെങ്കിൽ ഓക്കെ എന്ന് പറയാമായിരുന്നു. ഈ സാഹചര്യത്തിൽ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് UDFന്റെ പല നേതാക്കന്മാരെയും പോലീസുകാർ വളഞ്ഞിട്ടടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ പോലീസുകാർക്കെല്ലാം പണിയും.
പണിയുണ്ട്, തിരിച്ചടികൾ ഉണ്ടാവും, ഉറപ്പാണ്. കാരണം അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യുഡിഎഫിന്റെ പല പ്രമുഖരായ നേതാക്കളും പോലീസുകാരുടെ ചിത്രമടക്കം പങ്കുവെച്ചുകൊണ്ട് തിരിച്ചടി ഉണ്ടാകും കാത്തിരുന്നു, ദിവസങ്ങൾ എണ്ണിക്കോ എന്ന് പറഞ്ഞിരുന്നു. അതായത് എനിക്കിപ്പോഴും അറിയാം, പല യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും അത് പോസ്റ്റ് ഇട്ടു എന്നുള്ളത് മാത്രമല്ല, ആ പോസ്റ്റൊക്കെ കൃത്യമായി കൊണ്ടിട്ടുകൊണ്ട് അതില് CA-മാരടക്കം കൊണ്ട് പരാതിയും കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ ചരിത്രത്തിൽ ഇന്നേവരെ കാണാത്ത IAS-ന്റെ ഉദ്യോഗസ്ഥരടക്കം വന്നിട്ട് സർക്കാരിനെതിരെ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവരെല്ലാം മനസ്സിലാക്കി എന്താണ്, ഉറപ്പായിട്ടും തുടർ ഭരണം ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ പറയുമായിരുന്നോ? ഈ സാഹചര്യം ഉണ്ടാകുന്നത് വീണ്ടും ഞാൻ എടുത്തു പറയുന്നു, പോലീസുകാർക്ക് ആരൊക്കെ ഉണ്ടോ അതിൽ പലർക്കും കൃത്യമായി പണി കിട്ടും. അതിലെടുത്ത് പറയേണ്ട തൃശ്ശൂരിലെ പോലീസ് അതിക്രമം ഉണ്ടല്ലോ, തൃശ്ശൂരുണ്ട്, ആലപ്പുഴ ഉണ്ടായ സംഭവമുണ്ട്, അബിൻ വർക്കിനെ കൈയൊടിച്ചതുകൊണ്ട് രക്ഷാപ്രവർത്തനം, അത് ഗൺമാൻ അടക്കമുള്ളവർക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരുങ്ങിയിരുന്നോളൂ, പണി വരുന്നുണ്ട് പിന്നാലെ, അത് കൃത്യമായി സാധ്യതയുണ്ടെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാര്യം പല നേതാക്കളും പറഞ്ഞിരുന്നു കാത്തിരുന്നോ ദിവസം എണ്ണിക്കോ എന്നൊക്കെ പറഞ്ഞിരുന്നു. അതെ, ആ എണ്ണൽ ഏതാണ്ട് ഉറപ്പിക്കാവുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. കാര്യം 10 വർഷം കൊണ്ട് അവർ കാത്തിരിച്ച കടങ്ങളുണ്ടേ, ആ കടങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് വീട്ടിൽ തുടങ്ങി. അതെനിക്ക് തോന്നുന്നത് മൊത്തത്തിൽ ആകെയുള്ള സെറ്റപ്പിൽ മൊത്തത്തിൽ ഒരു മാറ്റമുണ്ട്. പക്ഷെ അപ്പോഴേ എനിക്ക് ദഹിക്കാത്ത ഒരു കാര്യം കൂടി പറയാം. ഈ KSRTC വനിതകൾക്ക് സൗജന്യ യാത്ര അതെങ്ങനെ പ്രാക്ടിക്കലാക്കും എന്ന് മനസ്സിലാകുന്നില്ല. ഒരു ഒറ്റ കാര്യം മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം KSRTC വനിതകൾക്ക് സൗജന്യ യാത്ര എന്നതുകൊണ്ട് UDF ഉദ്ദേശിച്ചത് വരുന്ന എല്ലാ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാം എന്നല്ല. അങ്ങനെയല്ല. പകരം ഇപ്പോ പിങ്ക് ബസ് അത്തരത്തിൽ ചില ബസ്സുകൾക്ക് മാത്രം പ്രത്യേക കളർ അടിച്ചുകൊണ്ട് അത്തരം ബസ്സുകളിൽ മാത്രമായിരിക്കും വനിതകൾക്ക് സൗജന്യ യാത്ര നൽകുന്നത്. 10 KSRTC ബസ്സുകൾ വന്നാൽ അതിൽ 1-2 ബസ്സുകളിൽ മാത്രമായിരിക്കും സൗജന്യ യാത്ര ഉണ്ടാവുക. ഇതായിരിക്കാം അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. 25 ലക്ഷത്തിന് ആരോഗ്യ ഇൻഷുറൻസ് അല്ല, അത് സ്വാഭാവികമായും പറഞ്ഞതാണ്. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ ആരോഗ്യ ഇൻഷുറൻസ് എവിടെയാ വേണ്ടത്? പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ? പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവർ കൊടുക്കും, അവർ തയ്യാറാവും. ഇതിലൊക്കെ വലിയ ചോദ്യങ്ങൾ പല ഇനിയാണ് ആ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം ഉണ്ടാകാൻ പോകുന്നത് എവിടെ നിന്നാണ്? ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നാണ്. അതവർ കൃത്യമായി ചോദിക്കും. വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഈ വിഷയങ്ങളിൽ, പല പ്രകടന പത്രികയിൽ പറഞ്ഞ പല കാര്യങ്ങളും, പല വാഗ്ദാനങ്ങളിലും വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴും. പണ്ട് ഗോവിന്ദ പറഞ്ഞ പോലെ പ്രകടന പത്രികയിലുള്ള വാഗ്ദാനങ്ങളെല്ലാം പാലിക്കപ്പെടാനുള്ളതല്ല എന്ന് പറഞ്ഞ പോലെ പറയോ? അങ്ങനെ തന്നെ പറയേണ്ടി വരും. പല കാര്യങ്ങളും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാര്യം ഇതൊക്കെ പ്രാക്ടിക്കലായി നടത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഭരണം പിടിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് തന്നെ നമുക്ക് ഒരു ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും. ഇനിയെങ്കിലും LDF സമ്മതിക്കോ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന്? അല്ല, അതിനുള്ള സാധ്യത കുറവാണ്. പരാജയം ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞേക്കാം. അതിനപ്പുറം ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നൊന്നും LDF അംഗീകരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അതിനുള്ള സാധ്യതയൊന്നും. കോവളത്തെ 9,000 കടന്നിരിക്കുന്നു. 9,000 വോട്ടിന്റെ കാഞ്ഞിരപ്പള്ളിയിൽ റോണി കെ ബേബി 2100 വോട്ടിനെ ലീഡ് ചെയ്യുന്നു. കൊടുങ്ങല്ലൂർ സുനിൽകുമാർ ലീഡ് ചെയ്യുന്നു, LDFന്റെ സ്ഥാനാർത്ഥിയാണ്. അതുപോലെ ചങ്ങനാശ്ശേരിയിൽ വിനു ജോബ് UDFന്റെ സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. 5400 വോട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ലീഡ് ഉയർത്തിയിരിക്കുകയാണ്. സിറ്റിംഗ് കുന്നംകുളത്ത് AC മൊയ്തീൻ 5088 വോട്ടുകൾക്ക് മുന്നിലാണ്. LDFന്റെ സ്ഥാനാർത്ഥിയാണ്. തൊടുപുഴ അബു ജോസഫ് മുന്നിലാണ്. അതുപോലെ തന്നെ പലയിടങ്ങളിലും പിറവത്ത് അനൂപ് 25,000 വോട്ടിന് ലീഡ് ചെയ്യുന്നു. 25,020. അത് ഞാനിപ്പോ ഇത് നല്ല മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. UDFനെ സംബന്ധിച്ചോളം നിസ്സാരമായ വിജയമല്ല ഉണ്ടാകുന്നത്. VD സതീശൻ പറഞ്ഞതുപോലെ വ്യക്തമായ സുന്ദരമായ വിജയം ഉണ്ടാകും. ഞാൻ കാഞ്ഞിരപ്പള്ളി മണ്ഡലംകാരനാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു. അവിടെ പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ, അല്ലെങ്കിൽ ജനങ്ങളൊക്കെ പറയുന്നത് ഇവിടെ രാഷ്ട്രീയമല്ല വിഷയം. ഇവിടെ കുറുപ്പ് സാറിന്റെ മകൻ, നാരായണ കുറുപ്പ് സാറിന്റെ മകൻ അരുവിക്കരയില് LDF ആണ് ലീഡ് ചെയ്യുന്നത്. അരുവിക്കരയില് ഈ കാഞ്ഞിരപ്പള്ളിയിലൊക്കെ എന്താണെങ്കിലും LDF തന്നെ ജയിക്കും, ജയരാജ് തന്നെ ജയിക്കും എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ്. പക്ഷെ അവിടെ പോലും പക്ഷേ ഭരണവിരുദ്ധ വികാരം കൊണ്ടാകാം അദ്ദേഹം പരാജയപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ലീഡ്. നല്ല MLA എന്നല്ല, അദ്ദേഹം അവിടെ വർഷങ്ങളായി MLA ആണ്. സ്വാഭാവികമായിട്ട് ഒരു MLA സ്ഥിരമായിരിക്കുമ്പോൾ അയാൾക്കെതിരെ ഒരു വിരുദ്ധ വികാരം ഉണ്ടാവുമല്ലോ. ആ വിരുദ്ധ വികാരം അവിടെ ഉണ്ടായി കാണില്ല, അതല്ലേ വോട്ടായി മാറിയിട്ടുണ്ടാവും. അപ്പം ആ സാഹചര്യം, അതായത് ഇടതുപക്ഷത്തിന് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ തിരിച്ചടി എല്ലാ മണ്ഡലങ്ങളിലും കിട്ടുന്നതോട് പറയേണ്ടി വരും. കാരണം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ LDFനെ സംബന്ധിച്ചുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിലും, LDF സർക്കാരിനെതിരെ ഒരു വികാരം ഉണ്ടായിരുന്നെങ്കിലും സിറ്റിംഗ് MLA-മാർക്കെതിരെ ആ വികാരം ഇല്ല എന്നാണ് പൊതുവിൽ ചാണ്ടിയുടെ ലീഡ് എന്ന് പറയേണ്ടതുണ്ട്. പുതുപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ 36,000 വോട്ടിന് ലീഡ് ചെയ്യുന്നു. മേലെ പോകും. ചെറിയ സംഖ്യയല്ല. 36,000 വോട്ടിനാണ് ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ ലീഡ് ചെയ്യുന്നത്. ഇനിയിപ്പോ ചാണ്ടി എത്ര ഏത് കാലത്തോളം മത്സരിക്കുന്നോ അതൊരു ചാണ്ടിക്കുണ്ടാവും. ഉമ്മൻചാണ്ടി മത്സരിച്ച ഒരു കാര്യം പറഞ്ഞ പോലെ തന്നെ ചാണ്ടിക്ക് 50 വർഷത്തിനൊപ്പം വീണ്ടും ഒരു 10 വർഷം കൂടി കൂട്ടണം. 60 വർഷമായിട്ട് അത് പുതുപ്പള്ളി എഴുതി കൊടുത്തു. അബിൻ വർക്കി ആറന്മുളയിൽ 7357 ലീഡ് ചെയ്യുന്നു. വീണ ജോർജ് ചിത്രത്തിൽ പോലും ഇല്ല. അതിന്റെ കാരണം കൂടി പറയട്ടെ, ആ കണ്ണൂരിൽ തീർച്ചയായും അത് വലിയ രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്
എന്ന് പറയേണ്ടിയിരിക്കുന്നു. പത്തനംതിട്ട പ്രസ് ക്ലബിൽ ഒരു പ്രസ് മീറ്റ് നടത്തിയിരുന്നു. അതായത് വീഴ്ത്ത പ്രസ് എന്ന ഒരു പരിപാടി വെച്ചു. അതിനകത്ത് ഉമ്മൻ രാജശേഖരൻ പങ്കെടുത്തില്ല. പകരം അന്ന് വീണ ജോർജും അബിൻ വർക്കിയാണ് പങ്കെടുത്തത്. അതിനകത്ത് അന്ന് അബിൻ വർക്കി അവിടെ നിന്നിട്ട് വീണ ജോർജിനെ വലിച്ചു കീറിയൊരു സാഹചര്യം ഉണ്ടായി. വീണ ജോർജിന് ഒരു മാധ്യമ പ്രവർത്തകയാണ്, ആലോചിക്കണം, ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് പോലും ഒരു കോൺഗ്രസ് യുവ നേതാവിനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സിറ്റി MLA കൂടിയായ മന്ത്രി കൂടിയായ ഒരാൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം അവിടെ ഉണ്ടായി. അതെല്ലാം അവിടെ വോട്ടായി മാറിയിട്ടുണ്ട്. അബിൻ വർക്കി വിജയ സാധ്യത അവിടെ കൂട്ടിയിട്ടുണ്ട്. അതാണ് അവിടെ ഉണ്ടായത്. എന്താണെങ്കിലും അബിൻ പിണറായി മുന്നിൽ ഇതാ ഏതാണ്ട് 1.5 മണിക്കൂറിന് ശേഷം പിണറായി വിജയൻ മുന്നിലെത്തിയിരിക്കുകയാണ്. പിണറായി വിജയൻ മുന്നിലേക്ക് വന്നിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇനിയാണ് പിണറായി വിജയന്റെ തേരോട്ടം ഉണ്ടാകാൻ പോകുന്നത്. 6 റൗണ്ടുകൾ എണ്ണി പൂർത്തീകരിക്കുമ്പോൾ പിണറായി വിജയൻ പിന്നിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയൻ 1536 മുന്നിൽ 1536 മുന്നിൽ വന്നിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് ഒരു തിരിച്ചുപോക്ക് ഒരു പക്ഷേ ഉണ്ടാവത്തില്ല. ഇനി എന്താണെങ്കിലും അദ്ദേഹം പക്ഷേ ആ 1.5 മണിക്കൂർ അത് അതെ UDFന്റെ വിജയമാണ്. ഇവർക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ LDF നേതാക്കൾക്കുണ്ടായിട്ടുള്ള ഒരു മാനസിക അവസ്ഥ, ഒരു സംഘർഷം, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം 1.5 മണിക്കൂറോളം സമയം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പിന്നിൽ പോകുന്ന ഒരു അവസ്ഥ, അത് ചെറിയ കാര്യമല്ല, നിസ്സാര കാര്യമല്ല, വളരെ ദയനീയമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ എന്താണെങ്കിലും അതിനെ അതിജീവിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞു പിണറായി വിജയനോട് ജയിക്കുന്ന കാര്യം അത് തർക്കം വേണ്ട. പക്ഷെ അപ്പോഴും ആ പിന്നിൽ പോയിട്ടുണ്ടെങ്കിൽ അത് LDFന്റെ പരാജയം തന്നെ. അതിനകത്ത് യാതൊരു മാറ്റമില്ല. LDF തിരുത്തേണ്ടിയിരിക്കുന്നു, തിരുത്തിയേ മതിയാകൂ. ഇനിയെങ്കിലും തിരുത്തിയില്ലെങ്കിൽ അത് LDFന് വേണ്ട ഇനിയും വലിയ തിരിച്ചടി ഉണ്ടാകും. 36,034 വോട്ട് ചാണ്ടിയുമായി. 36,034 വോട്ടിന് ചാണ്ടി പുതുപ്പള്ളിയിൽ മുന്നേറുന്നു. ചാണ്ടിയുടെ ചിരിച്ച മുഖം നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നിരവധി പോസ്റ്റുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. 96 മണ്ഡലങ്ങളിലാണ് UDF ലീഡ് ചെയ്യുന്നത്. 42 മണ്ഡലങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ലീഡ് തിരികെ പിടിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 6 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാകുന്ന ഘട്ടത്തിൽ അബിൻ വീണ്ടും അബിന്റെ ലീഡ് ഉയർത്തിയിരിക്കുകയാണ്. വീണ ജോർജിനെതിരെ അബിൻ വർക്കി വീണ്ടും അദ്ദേഹത്തിന്റെ ലീഡ് ഉയർത്തിയിരിക്കുന്നു. 10,000-നടുത്തേക്ക് അബിൻ വർക്കിയുടെ ലീഡ് ഉയർന്നിരിക്കുകയാണ്. എടുത്തു പറയണം, കോട്ടകളാണ് പോകുന്നത്. അതെ, കോട്ടകളാണ് പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല 65 വോട്ടുകൾക്ക് മുന്നിൽ 3,465 വോട്ടുകൾ ജ്യോതികുമാർ ചാമക്കാല ഗണേഷ് കുമാറിനെ മലർത്തിയടിച്ചിരിക്കുന്നു. ഗണേഷ് കുമാർ പിന്നിലാണ്. ഏതാണ്ട് 2 മണിക്കൂറോളമായിട്ട് ഗണേഷ് കുമാർ പിന്നിലാണ്. ഒരു ഘട്ടത്തിൽ പോലും ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാർ അവിടെ കയറി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും KB ഗണേഷ് കുമാർ പിന്നിൽ തന്നെ നിൽക്കുകയാണ്. ജ്യോതികുമാർ ചാമക്കാല വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നു. കഴിഞ്ഞ 5 വർഷം ആ മണ്ഡലത്തിൽ, പത്തനാപുരം മണ്ഡലത്തിൽ ജ്യോതികുമാർ ചാമക്കാല ഒരു MLA എങ്ങനെ പെരുമാറുമോ, എങ്ങനെ ഇടപഴകുമോ, എങ്ങനെ ഒരു ജനപ്രതിനിധി നിൽക്കണമോ അതുപോലെ നിന്നുകൊണ്ട് ജയിച്ചാലും തോറ്റാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ജ്യോതികുമാർ ചാമക്കാല മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. അബിൻ വർക്കിയും അതുപോലെ മുന്നേറ്റം ഉണ്ടാക്കുന്നു. ഈ KB ഗണേഷ് കുമാർക്ക് തോറ്റു എന്ന് പറയാൻ പറ്റില്ല, വോട്ടെണ്ണൽ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഇത്തരത്തിൽ പിന്നിലേക്ക് പോകും എന്ന് വിചാരിച്ച ഒരു സാഹചര്യമല്ല അല്ലേ? സീറ്റാണ്. ഈ വ്യക്തിപരമായുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ വ്യക്തി എന്നുള്ളതിനേക്കാളും ഒരു മികച്ച മന്ത്രിയായിരുന്നു, മികച്ച ജനപ്രതിനിധിയായിരുന്നു, മികച്ചൊരു MLA ആയിരുന്നു. അതിനകത്തൊരു മാറ്റമല്ല. പക്ഷെ എന്നാൽ അവിടുത്തെ കുറെ പ്രാദേശിക മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഷട്ടിൽ മൊത്തം 40 മൈക്കും വെച്ചുകൊണ്ട് നടത്തിയ PR എല്ലാം അവിടെ ജനങ്ങൾക്ക് മനസ്സിലായ സാഹചര്യം കൂടിയുണ്ട്. അതുകൂടി ഇല്ലെന്നല്ല. അദ്ദേഹം വീണ ജോർജിന്റെ അവസ്ഥ മുങ്ങിട്ട് 2 മണിക്കൂറായി. കപ്പല് മുങ്ങി. പക്ഷേ വീണ ജോർജിന്റെ അവസ്ഥ അതിദയനീയമാണ്. അതുകൂടി പറയുന്നത്. പക്ഷെ വീണ ജോർജ് അംഗീകരിക്കില്ല കേട്ടോ. വീണ്ടും പറയാം, LDF അംഗീകരിച്ചാലും CPM അംഗീകരിച്ചാലും വീണ ജോർജ് അംഗീകരിക്കില്ല. ഇനി രസകരമായിട്ടുള്ളത് അല്പസമയം കൂടെ കഴിയുമ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെന്റുകൾ വന്നോളും. അതാണ് രസകരമായ ഒരുപാട് സംഭവങ്ങൾ അതിലുണ്ടാവും. പക്ഷെ അപ്പോഴും വരാൻ സാധ്യത ഇന്ന് MP ഗോവിന്ദന്റെ മന്ത്രി വരാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ LDF വേണ്ടത് വരാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ CPയുടെ ഒരു രസകരമായ മറുപടികൾ ഇത്തരം സ്റ്റേറ്റ്മെന്റുകളിലെല്ലാം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ശ്യാമള തളിപ്പറമ്പിൽ PK ശ്യാമള പിന്നിലാണ്. സെക്രട്ടറിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഭാര്യ, CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ. അവിടെ ഗോവിന്ദൻ അടിച്ചു കയറി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സതീശൻ പറവൂരിൽ 5,312 വോട്ടുകൾക്ക് മുന്നിലാണ്. ഒരു കാര്യം കൂടിയുണ്ട്. 95 സീറ്റിലേക്ക് UDFന്റെ ലീഡ് 95 സീറ്റിലേക്ക് UDFന്റെ ലീഡ് കുറഞ്ഞിരിക്കുകയാണ്. 43 സീറ്റിൽ ആണ് നിലവിൽ LDF ലീഡ് ചെയ്യുന്നത്. 95 സീറ്റിൽ
UDF-ന്റെ ലീഡ് കുറഞ്ഞിരിക്കുന്നു. 95 സീറ്റിലേക്ക് കുറഞ്ഞിരിക്കുകയാണ്. 96 ഉണ്ടായിരുന്നു, നിലവിൽ 95 സീറ്റിലേക്ക് UDF-ന്റെ ലീഡ് കുറഞ്ഞിരിക്കുകയാണ്. Powered by Medline Academy, NCLEX Saran classes for nurses and Achayans Gold. സ്വർണ്ണം ഉയർന്ന വിലയിൽ വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് ഉയർന്ന വിലയിൽ വിൽക്കുവാൻ സഹായിക്കുന്നു. 21 വർഷങ്ങൾ, 45-ൽ പരം ബ്രാഞ്ചുകൾ. അച്ചയൻസ് ഗോൾഡ്, കോട്ടയം, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട. നിങ്ങളുടെ സ്വപ്നം USA, കാനഡ, ഓസ്ട്രേലിയ രജിസ്റ്റേർഡ് നഴ്സാകാനാണോ? NCLEX Saran എക്സാം വിജയിക്കാൻ നിങ്ങൾക്ക് വേണ്ട അറിവുകളും സപ്പോർട്ടും വേൾഡിലെ തന്നെ നമ്പർ 1 ആയ മെഡ്ലൈൻ അക്കാഡമി നിങ്ങൾക്ക് നൽകുന്നു. മിസ്റ്റർ ഐൻസ്റ്റീൻ ഡെന്നിസിന്റെയും മിസസ് ടിൻസി മാത്യുവിന്റെയും പരിചയ സമ്പത്ത് നിങ്ങളെ സഹായിക്കുന്നു. മെഡ്ലൈൻ അക്കാഡമിക്കൊപ്പം നിങ്ങളുടെ നഴ്സിംഗ് കരിയർ ഭദ്രമാക്കാം.